നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈ ചൂടുകാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൈം ജ്യൂസാണ്. നമ്മൾ ലൈം ജ്യൂസ് പല ടേസ്റ്റിലും പല നിറത്തിലും ഒക്കെ കുടിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പേ തയ്യാറാക്കുന്നത് പാല് പോലെ വെളുത്ത നാരങ്ങ വെള്ളമാണ്, ലൈം ജ്യൂസാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 നാരങ്ങ, നല്ല പഴുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട്. പഴുത്ത നാരങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കുക. 2 നാരങ്ങ, പിന്നെ ഒരു 4-5 പുതിന ഇല, 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്. ഇതാണ് നമ്മളിന്ന് ചേർത്ത് തയ്യാറാക്കുന്നത് ഈ നാരങ്ങ വെള്ളത്തിൽ. പിന്നെ തണുത്ത വെള്ളവും. ആദ്യം നമുക്ക് ഈ നാരങ്ങയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. നല്ലതുപോലെ കളഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലതായിരിക്കും, കയ്പില്ലാതെ കിട്ടും. ഞാനിപ്പോൾ ഒരുവിധം ഒന്ന് തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അതിലെ കുരുവെല്ലാം കളഞ്ഞ് അതിന് നടുഭാഗത്തുള്ള വെള്ളയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് ചിലപ്പോൾ ഇതുപോലെ കയ്പായി പോകും എന്നുള്ളൊരു പേടിയുണ്ടെങ്കിലേ നാരങ്ങ നീരെടുത്ത് തയ്യാറാക്കിയാൽ മതിയാവും. ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇടണം എന്നില്ല. ആ ജ്യൂസ് എടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് തയ്യാറാക്കി കൊണ്ടാൽ മതിയാവും. ഞാനിപ്പോൾ ഈ കഷ്ണങ്ങളിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്, നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത്. കൂട്ടത്തിൽ നമുക്ക് ആ പുതിനയില കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5-6 പുതിനയില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ മധുരം ഇത്രയും നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാര കൂടെ ചേർത്താലും കുഴപ്പമില്ല. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഈ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. എനിക്കിതിപ്പോൾ സാധാരണ മധുരമേ ഇതിലുണ്ടാകത്തുള്ളൂ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 1 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ച് 1 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. 1-2 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. നമുക്ക് ആ നാരങ്ങയുടെ പുളിപ്പൊന്ന് കിട്ടണം, പിന്നെ കണ്ടൻസ് മിൽക്കും ഒന്ന് കലങ്ങി കിട്ടണം. അത്രയും മാത്രം മതിയാവും. ഒത്തിരി നേരം ഒന്ന് അടിക്കാതെ ജസ്റ്റ് ഒന്ന് കുറച്ച് 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ്സിന് കണക്കാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ 1 ഗ്ലാസ് ഒഴിച്ചു, ഇപ്പോൾ 1 ഗ്ലാസ് കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ നാരങ്ങ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, നാരങ്ങയൊന്നും അരഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ അതുപോലെ തന്നെ കിടക്കും. ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തോളുക. നാരങ്ങ കഷ്ണങ്ങളൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട്. നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, 1-2 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ ഇത്. ഇപ്പോൾ നമ്മുടെ പാല് പോലത്തെ നാരങ്ങ വെള്ളം ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുതിനയില ഇട്ട് അടിച്ചെടുത്തതാണ്, എന്നാലും ഒരു ഇല ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തണുപ്പ് എത്ര വേണോ അതനുസരിച്ച് ഇട്ട് കൊടുത്തോളുക. ഇത് നമുക്ക് ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലുപോലെ വെളുത്ത നമ്മുടെ നാരങ്ങ വെള്ളം ലൈം ജ്യൂസ് ഇവിടെ ശരിക്കും വളരെ വളരെ ടേസ്റ്റിയായ ഒരു ലൈം ജ്യൂസാണിത്. ഇടയ്ക്കൊക്കെ ഇതുപോലെയും നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഒരു വെറൈറ്റി ടേസ്റ്റിലായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും വിസിറ്റേഴ്സൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം. ഇത് തയ്യാറാക്കി ഉടനെ തന്നെ കുടിക്കാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നാരങ്ങയിട്ട് അടിച്ചെടുത്തതായതുകൊണ്ടേ വെച്ചിരുന്നാൽ ചിലപ്പോൾ കയ്പുണ്ടായെന്ന് വരും. അപ്പോൾ ഇത് തയ്യാറാക്കി ഉടൻ തന്നെ നമ്മൾ കുടിച്ചോളുക. അതല്ലെന്നുണ്ടെങ്കിൽ ലൈം ജ്യൂസ് മാത്രം ഒഴിച്ച് തയ്യാറാക്കിയാൽ കുറച്ച് നേരമൊക്കെ ഇരിക്കും. അപ്പോൾ അടിപൊളി രുചിയിൽ നമ്മുടെ പാല് പോലത്തെ ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റിയായ ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.